എപ്പ പ്രണയിച്ച് അതിനെ മുന്നേ പിടിച്ച് കെട്ടിച്ചില്ലേ? എന്റെ സംശയം എന്താണെന്നറിയാമോ, ന്യൂ ജനറേഷൻ യുവ മിഥുനങ്ങളാണ് നിൽക്കുന്നത് അവരുടെ അടുക്കളയിലാണ്. ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല, എന്റെ വലതുവശത്തും ഇടതുവശത്തും ന്യൂ ജനറേഷൻ യുവ മിഥുനങ്ങളാണ് നിൽക്കുന്നത് അവരുടെ അടുക്കളയിലാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം. അവര് തന്നെ പറയും ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നേ. ഞാനൊന്നും ചെയ്യില്ല, പായസം നല്ലൊരു പായസം വെച്ചു. പിന്നെ വേറൊരു സ്പെഷ്യൽ അല്ലേ, സ്പെഷ്യൽ നമുക്ക് പായസത്തിന്റെ ഒരു കൂട്ട്. ഓക്കെ, അപ്പൊ ഇന്ന് പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാറ് കുക്ക് ചെയ്യും, ചേച്ചി നോക്കിയിരിക്കും. ഏറ്റവും വേഗത്തിൽ നമുക്ക് ഒരു ഷോർട്ട് കട്ട് പായസം, അത്യാവശ്യമായിട്ട് നമുക്കൊരു പായസം ഉണ്ടാക്കണം. 1 ലിറ്റർ പാല് അത് കുക്കറിൽ നിന്ന് നമ്മൾ ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നന്നായിട്ട് കഴുകിയ മറ്റേ പാലക്കാടൻ മട്ട നുറുക്കരി, അല്ലെങ്കിൽ നമുക്ക് ജീരക ചെമ്പ, അല്ലെങ്കിൽ അങ്ങനത്തെ ബസ്മതി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓരോന്നിനും ഓരോ ഫ്ലേവറാണ്. എനിക്ക് പാലക്കാടൻ മട്ട അതിന്റെ കളറിന് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാണ്. അത് ഒരു 1.5 പിടി 2 പിടി, എന്റെ കൈക്ക് 2 പിടി അതിട്ടിട്ട് ഒരു 1/4 കപ്പ് തൊട്ട് 1/2 കപ്പ് വരെയുള്ള പഞ്ചസാര ഇട്ടിട്ട് കുക്കറിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ വെയിറ്റ് ഇട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, അതായത് പാൽ ചൂടായി കഴിഞ്ഞിട്ട് കുക്കറിലാണോ വെക്കുന്നത്? അയ്യോ, ഞാൻ ആദ്യമായിട്ട് അതാണ്. അപ്പൊ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, നമുക്ക് മര്യാദയ്ക്ക് വട ഉണ്ടാക്കാൻ പോകാം. പായസം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇതെന്താന്ന് വെച്ചാല് കുക്കറിൽ നമ്മൾ പാല് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അരിയും പാല് പഞ്ചസാരയും ചേർത്ത് കുക്ക് ചെയ്യുമ്പോൾ അത് തന്നെത്താനെ അമ്പലപ്പുഴ പാൽ പായസത്തിന് കളറായി മാറും. അതായത് പിങ്ക് കളറിലാവും. പിങ്ക് കളറാവും പായസം. പാല് നമുക്ക് സാധാരണ പാൽ പായസം ഉണ്ടാക്കുമ്പോൾ അത് മറ്റേ വെള്ള പാൽ പായസം, ഇത് നല്ല പിങ്ക് കളറിലേക്ക് മാറും. നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പഞ്ചസാരയും അരിയും പാലും കൂടെ വെച്ച് നമ്മൾ പ്രഷർ കുക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ഈ കുറേ നേരം ഉള്ളിൽ കുക്ക് ചെയ്യുന്ന അതേ ലെവലിലേക്ക് വരും. അപ്പൊ എന്താവും, പാല് കുറുകിയതിന്റെ ആ ചുവപ്പ് നിറം അത് മട്ടയാകുമ്പോ അതിനും ചുവപ്പ്, അപ്പൊ കുറച്ചുകൂടെ ഡാർക്കർ പിങ്ക് കളർ കിട്ടും. കുറച്ച് കുങ്കുമപ്പൂവ് പിന്നെയില്ല, അല്ല വേണ്ട, അതിരുന്നില്ല. അങ്ങനെ ഇപ്പൊ നമ്മുടെ വളരെ എളുപ്പത്തിൽ രുചികരമായ പായസം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. എന്റെ സംശയം എന്താണെന്നറിയാമോ, ഇതാ എന്റെ സംശയം എന്താണെന്ന് ഇങ്ങനെയൊക്കെ ഇത് സംശയമൊന്നുമില്ല. എന്റെ സംശയം എന്നറിയാമോ, ഇത് കഴിയുമ്പോഴേ എന്റെ കഴുത്ത് വെക്കാറ് ഇങ്ങനെ ഇരിക്കും. എന്താണ് അല്ല, നമുക്ക് കയറി നിന്ന് സംസാരിക്കാൻ കറക്റ്റ് ഹൈറ്റിലേക്ക് നിന്ന് നമുക്ക് മറ്റേ തരത്തിൽ നിന്ന് കളിക്കലാണ്. ഞാൻ 4 സംതിങ് തോന്നുന്നു. അയ്യോ, നമ്മുടെ പായസം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് ഇതൊന്നും പാടലേ ഇല്ലല്ലേ, ഏതെല്ലാം പാട്ട് മറന്നുപോയ പോലെ. എന്താ ഇതിപ്പോ ഒന്ന് ചൂടാക്കി, അതായത് ഇത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഇനിയിപ്പോ ഇത് ഇറക്കുക, അത്രേ ഉള്ളൂ. അതായത് പാൽപ്പായസം ഞാൻ നോക്കണ്ടേ? അമ്പലത്തിലെ പായസം തന്നെ. അതെ. അപ്പൊ ഓണം സ്പെഷ്യൽ ആക്കുകയാണ്. ഓണം സ്പെഷ്യൽ ആക്കുന്നത് പാൽപ്പായസവും പരിപ്പ് വടയും. നോക്കാം. അപ്പൊ ആദ്യം ചേച്ചിക്ക് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം. അല്ല, എടുത്ത് കോരി ഇങ്ങനെ കൊടുക്കണം. പായസം അതല്ലേ കപ്പിൽ കൊടുത്തത്? അല്ല, സ്പൂണിൽ കോരി ഇങ്ങനെ കൊടുക്കണം. ഇതിന് കോര അതിന്റെ ഒരിക്കലും വിഷമം. ഇനി കോരിയില്ല എന്ന് വേണ്ട. അതാ അയ്യോ, വാവ്, ഇങ്ങനെയാണോ? അതും കൂടി
ബാക്കി വെക്ക്, എനിക്ക് കൂടെ ഇരിക്കട്ടെ. എങ്ങനെയുണ്ട്? ഡെയിലി സത്യം പറയും, പാചകം കണ്ടിട്ടല്ലേ? അല്ല, ഞാൻ കുക്ക് ചെയ്യുന്നൊന്നും അറിയില്ല. കണ്ടിട്ടില്ല, ഏട്ടനെ കെട്ടിയിരുന്നത് അല്ല, പ്രണയം തോന്നിയത് എപ്പൊ പ്രണയിച്ച്? ആ, അതിനെ മുന്നേ പിടിച്ച് കെട്ടിച്ചില്ലേ? ജനിക്കുന്നതിന് മുന്നേ പറഞ്ഞു വെച്ചത്. പ്രണയിക്കാനൊന്നും പറ്റിയിട്ടില്ല, ഇപ്പൊ പ്രണയിക്കുന്നുണ്ട്. കുഴപ്പമില്ല. കൊച്ചോ കൊച്ചോ ഇപ്പൊ കുച്ചു. ഒരു പായസം കുടിക്കാൻ സമ്മതിക്കോ മനുഷ്യനെ? കുടിക്ക് 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 കുടിച്ചോ കുടിച്ചോ കുടിക്ക് പ്ലീസ് കുടിക്ക് 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 അമ്മേടെ അമ്മേന്റെ ചൂട് എന്തൊക്കെയാ പറയുന്നത്. മാതൃത്വം അതല്ലേ. വാക്കുകളില്ല, വാക്കുകളില്ല. സീരിയസ്ലി എനിക്ക് വാക്കുകളില്ല. ആ പായസത്തിനകത്തുനിന്ന് വേറൊരു ടേസ്റ്റ് വരും. അതെന്താണെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അതെന്താണ് സാധനം? അത് എന്താണ്? അതാ സ്നേഹം. ഓരോ കപ്പ് പായസത്തിലും അല്പം മുഹബത്ത് ഉണ്ടാവും. ആ മുഹബത്താണ് കേട്ടിരിക്കുന്നത്. മറ്റേ ഉസ്താദ് ഹോട്ടലില് പറയുന്ന പോലെ ചായയിൽ നല്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കാൻ പോകുന്ന ആൾക്കാരുടെ മുഖത്തുണ്ടാവാൻ പോകുന്ന ആ സന്തോഷം, അവരത് കഴിച്ചിട്ട് അങ്ങനെ ആ ഒരു ഫീലിംഗ്. കല്യാണത്തിന് സദ്യ കൊടുക്കുന്നതിന്റെ റീസൺ അറിയാലോ. കാരണം വേറെ എന്ത് കൊടുത്താലും മതിന്ന് ആരും പറയില്ല. ആഹാരം മാത്രമേ ഉള്ളൂ. നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞ് പറയുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക് അവർക്ക് നമ്മൾ നമ്മുടെ സ്നേഹം കൊടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് കുക്ക് ചെയ്താൽ അതിന് വേറെ ടേസ്റ്റ് ഉണ്ടാവും. അത് ഒരു റൂളല്ലേ. ഓണത്തിന് അങ്ങനെ ഉണ്ടാവണ്ടേ. അപ്പൊ ഹാപ്പി. സൂപ്പർ.